ചോദ്യം: അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന ആരെയെല്ലാം ഉദ്ദേശിച്ചായിരുന്നു? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂജഹലിനെയും. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന്? ഉത്തരം: നുബുവത്തിന് ശേഷം 6-ാം വർഷം. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ് കഅബയുടെ വാതിലിൽ കയറി ഖുറൈശി സമൂഹമേ, അറിയുക, ഉമർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ശത്രു? ഉത്തരം: ജമീൽ ബിൻ മഅ്മർ. ചോദ്യം: ഇസ്ലാം ആശ്ലേഷിച്ചു എന്നറിഞ്ഞ് ശത്രുക്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെതിരെ നടത്തിയ മർദ്ദനം പിറ്റേന്ന് വരെ നീണ്ടപ്പോൾ അടങ്ങൂ എന്ന് പറഞ്ഞ് ശത്രുക്കളെ പിന്തിരിപ്പിച്ചവർ? ഉത്തരം: ആസ് ബിൻ വായിൽ. ചോദ്യം: ഹിജ്റയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം: 20 പേർ. ചോദ്യം: ഹിജ്റ യാത്രക്കിടെ ഖുബായിൽ ഉമർ റളിയല്ലാഹു അൻഹു ആരുടെ കൂടെയാണ് താമസിച്ചത്? ഉത്തരം: അബ്ദുൽ മുൻഇമിൻ്റെ കൂടെ. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്ത ആദ്യ ഇസ്ലാമിക സമരം? ഉത്തരം: ബദർ യുദ്ധം. ചോദ്യം: ബദറിൽ ഉമർ റളിയല്ലാഹു അൻഹു വധിച്ച മാതൃ സഹോദരൻ? ഉത്തരം: ആസ് ബിൻ മുഗീറ ബിൻ ഹിഷാം. ചോദ്യം: മുഹമ്മദും അബൂബക്കറും ഉമറും ഉഹുദിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരാപത്തും ഭയക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച ശത്രു? ഉത്തരം: അബൂ സുഫിയാൻ. ചോദ്യം: ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അബൂബക്കറിനെയോ ഉമറിനെയോ വധിച്ചിട്ടില്ല. അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്ന് അബൂ സുഫിയാനോട് പ്രതികരിച്ചത് ആര്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ചരിത്രത്തിൽ ആദ്യത്തെ വഖഫ് ഭൂമി? ഉത്തരം: ഖൈബറിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഗനീമത്ത് ഭൂമി. ചോദ്യം: ആർക്ക് വേണ്ടിയായിരുന്നു ഈ വഖഫ്? ഉത്തരം: പാവങ്ങൾക്കും ദുർബലർക്കും അടുത്ത ബന്ധുക്കൾക്കും.